ഡു വൺ തിങ്, കാൾ ഹിം. ഈ ഡു വൺ തിങ് ഇല്ലാത്തൊരു കാര്യം നമുക്കില്ലല്ലേ. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടൊരു സെന്റൻസ് ആണിത്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ പിന്നെ എന്ത് മിസ്റ്റേക്ക് എന്നല്ലേ. ഇംഗ്ലീഷിൽ ഇതാണ് പ്രോബ്ലം. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിലും പല സിറ്റുവേഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും പ്രോബ്ലംസ്, മിസ്റ്റേക്സ് ഡിസ്കസ് ചെയ്യുന്നു എന്ന് വിചാരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ആ പുസ്തകം ഒന്ന് എടുത്തു തരൂ എന്ന് ചോദിക്കാറില്ലേ? അതേ കാര്യം ദയവ് ചെയ്ത് ആ പുസ്തകം ഒന്ന് എടുത്തു തരൂ എന്ന് ചോദിക്കുമ്പോൾ എന്താ വ്യത്യാസം? രണ്ടും രണ്ട് സിറ്റുവേഷനായി. പൊളൈറ്റ്ലി ചോദിക്കുമ്പോൾ, വളരെ ഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്നൊരു വേർഡ് നമ്മൾ ആഡ് ചെയ്തു. ആ ഒരു വ്യത്യാസമാണ് ഇവിടെയും. ഡു വൺ തിങ് ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്, എന്നാൽ ഇൻഫോർമൽ ആണ്. ഫോർമൽ ആയിട്ട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നിടത്ത് ഡു വൺ തിങ് നമുക്ക് വേണ്ട. പകരം ഒരുപാട് ഫ്രേസസ് ഉണ്ട്. ഒന്ന് നോക്കിയാലോ? നമ്മൾ സജഷൻ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഐ സജസ്റ്റ് യു. ഐ സജസ്റ്റ് യു എന്നിട്ട് നമുക്ക് കാര്യം പറയാം. അതല്ലെങ്കിൽ നമുക്ക് യു ക്യാൻ എന്ന് പറയാം. യു ക്യാനിൽ സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊരു ഫ്രേസാണ് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു. ഇത് നല്ലൊരു ഫ്രേസാണ്. വളരെ പൊളൈറ്റ് ആയിട്ട് ഫോർമലായിട്ട് ചോദിക്കാവുന്ന ഒന്നാണ്. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു. ദെൻ why don't you? Why don't you? അപ്പോൾ ഇതൊക്കെ നമുക്ക് സജഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് ആണ്. ഇനി ഇൻസ്ട്രക്ഷൻ ആണെങ്കിലോ? ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ പ്ലീസ് ഡു ദിസ്, കൈൻഡ്ലി ചെക്ക് ദിസ്, പ്ലീസ് സെൻഡ് മീ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പൊളൈറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ കുഡ് യു പ്ലീസ്, വുഡ് യു മൈൻഡ്, ക്യാൻ യു പ്ലീസ് എന്നീ ഫ്രേസസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഡു വൺ തിങ് കോൾ ഹിം, അതിന് പകരം നമുക്ക് പറയാം പ്ലീസ് കോൾ ഹിം. പ്ലീസ് കോൾ ഹിം. അതല്ലെങ്കിൽ യു ക്യാൻ call him. You can call him. അപ്പോൾ ഇത്തരത്തിൽ രീതിയിലൊക്കെ നമുക്ക് മാറ്റി പറയാം. ഇതൊക്കെ കുറച്ചുകൂടി ഫോർമൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്ന സെന്റൻസസ് ആണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ഡു വൺ തിങ് കോൾ ഹിം. ഇതെല്ലാം തെറ്റുകളാണെന്നല്ല പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് ചില സെന്റൻസസ് മാറ്റി പിടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.